അങ്ങനെ അധികം ആരും കാണാത്ത ഒരു പുൽക്കൂടുണ്ടാക്കിയ കഥ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടുവാണ്. ഞാൻ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ ഒരു കവറെടുത്ത് അതൊന്ന് വെട്ടി ശരിയാക്കി. അത് നേരത്തെ ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് വട്ടത്തിൽ വെട്ടിയായിരുന്നു. അപ്പം എൻ്റെ ഐഡിയയിൽ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തു. അപ്പോൾ ഒരു ചെറിയ വീടിൻ്റെ പോലെ ഷേപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സൈഡിലെ ഭിത്തികളൊക്കെ അങ്ങനെ തന്നെ അങ്ങ് നിർത്തി. അതിനുശേഷം ഞാൻ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചു. പിന്നെ വാച്ച് ബോക്സിനുള്ളിൽ ഫിറ്റിങ്സ് ബ്രൗൺ കളർ പേപ്പർ അങ്ങനെ ഈ രൂപത്തിലാക്കി എടുത്തു. അപ്പോൾ മേളിൽ ചെറുതായിട്ട് പെയിൻ്റൊക്കെ കൊടുത്തു ഒരു ഷീറ്റിൻ്റെ പോലെയൊക്കെ വരാൻ വേണ്ടി. പിന്നെ ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ വെട്ടി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ വരച്ചിട്ടൊന്ന് വെട്ടി എടുത്ത് അതിനുള്ളിൽ വെക്കാമെന്ന്. പക്ഷേ എത്ര വരച്ച് വെട്ടി ഒട്ടിച്ചിട്ടും അതിനകത്ത് ഫിറ്റ് ആവുന്നില്ല. അപ്പോൾ എൻ്റെ ഐഡിയ തോന്നിയതാണ് ഈ സ്റ്റിക്കേഴ്സ് ഞാൻ ഇതിൽ പുതിയ പുതിയ അതിഥികളാണ് ഉള്ളത്. ഇതിൽ നോക്കിയാൽ റെയിൻഡിയേഴ്സിനെയും സ്നോമാനെയൊക്കെ കാണാം. ഇതിൽ ഇല്ലാത്ത രാജാക്കന്മാർക്കും മാട്ടിടയന്മാർക്കും ആടുകൾക്കും പശുക്കൾക്കൊക്കെ പകരമായിട്ടാണ് ഞാൻ ഇവരെ ഇവിടെ കൊണ്ടുവന്നത്. ഇതിൽ ഒറിജിനലായിട്ട് ഉള്ള ആൾക്കാർ ഈശോയും ഉണ്ണീശോയും മാതാവും ഔസേപ്പിതാവും പിന്നെ ഈ ഏഞ്ചലുമാണ്. ബാക്കിയൊക്കെ എൻ്റെ ഒരു സ്വന്തം ഭാവനയിൽ ഞാൻ ഒരുക്കിയെടുത്തതാണ്. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഈ പല്ലിൽ കുത്തുന്ന മറ്റേ സ്റ്റിക്കില്ലേ അത് വെച്ച് അതിലൊട്ടിച്ചിട്ട് ഇങ്ങനെ കുത്തി ഇറക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ തട്ടിക്കൂട്ട് പരിപാടിയായിട്ടാണ് ഈ പുൽക്കൂട് ഞാൻ ഒരുക്കിയത്. അപ്പം ജനലൊക്കെ ഓൾറെഡി അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത് ക്രിസ്മസ് ട്രീ ഉണ്ട്. പിന്നെ എൻ്റെ ആദ്യമേ ഞാൻ ഐഡിയ വെച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ലൈറ്റ്. ഞാൻ അതിൻ്റെ മേൽക്കുരയുടെ ഇടയിലൊരു വിടവുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കൂടെ താഴോട്ട് ഇറക്കി വെച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു സ്നോ ഗ്ലോബും കൂടെ ഉണ്ടാക്കി. അതും സെയിം തന്നെ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് കുത്തി ഇറക്കി വെച്ചു. പിന്നെ ഇങ്ങനെ തലതിരിച്ച് വെച്ചു. അങ്ങനെ സ്നോ ഗ്ലോബും റെഡിയായി. ഇത് പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിരുന്നേ. കാരണം 23-ാം തീയതി ആയിരുന്നു ഞാനിതെല്ലാം ഒരുക്കിയെടുത്തത്. 24-ാം തീയതി കഴിയുമ്പോഴത്തേക്കും ക്രിസ്മസ് ആകും. അങ്ങനെ പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് പരിപാടികളിലൂടെ ഇതെല്ലാം ഇങ്ങനെ ഒരുക്കിയെടുത്തു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നന്നായി വന്നു. പിന്നെ കാണുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധാരണ പോലെ ഇത് വലുതാണെന്ന് തോന്നും ഈ പുൽക്കൂട്. പക്ഷേ ഇത് തീരെ ഒരു ടൈനി പുൽക്കൂടാണ്, അധികം വലുതൊന്നുമല്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നപ്പം അവരൊക്കെ ഇത് കണ്ടിട്ട് അയ്യോ നല്ല രസമുണ്ടല്ലോ, നല്ല ഐഡിയ ആണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും റിയലൈസ് ആയത് ശരിയാ കൊള്ളാം അല്ലേ എന്ന് എനിക്ക് തോന്നിയത് തന്നെ. പിന്നെ ഞാനൊരു ക്രിസ്മസ് റീത്തൊക്കെ ഒരു ചെറുത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഗാലറിയിൽ നേരെ നോക്കിയാൽ നല്ല വ്യൂ ആണ്. അവിടെയാണ് ഞാനിതെല്ലാം സെറ്റ് ചെയ്തത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.